ഹലോ. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് രാവിലെ കുറച്ച് പണിയെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്ക് കുടുംബശ്രീക്ക് പോകാനുണ്ടായിനി. അതിന് പോയിട്ട് വന്നിട്ട് അമ്മ കുറച്ച് ചെമ്മീൻ ഉണ്ടായിനി, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടായിനി. അപ്പോൾ അത് എടുത്ത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞായറാഴ്ച ദിവസം മാത്രമേ ഇങ്ങനത്തുള്ള പരിപാടിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ രാത്രിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തൽ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയായി തോന്നും. പക്ഷേ എന്നാലും ഇപ്പം തന്നെ വന്നിട്ട് കുടുംബശ്രീ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ തന്നെ ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ ഒന്നും തിരിയുന്നില്ല, ഭയങ്കര തലവേദന പോലെയൊക്കെ ഫീൽ ചെയ്ത്. എന്നാലും സാരമില്ല, നമുക്ക് എടുക്കേണ്ട പണി എടുക്കാൻ കഴിയില്ലല്ലോ. ഈ വലിയ ചെമ്മീനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എന്താ വെച്ചാൽ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ വേറെ എന്തെങ്കിലും സാമ്പാറോ പരിപ്പ് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാന്നുള്ള ഒരു രീതിക്കാണ് എൻ്റെ മൈൻഡ് ഉണ്ടായിനി ഉറങ്ങുന്നതിന് മുന്നേ. ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ആ മടിയൊക്കെ അങ്ങ് ആയിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊരു കറി തന്നെ ആക്കാമെന്ന്. അപ്പം നാളെ രാവിലെ ദോശ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അതിനും കൂടി ആയല്ലോ. നമ്മളെപ്പോഴും വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെ, രാത്രി ഇപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാലും പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കും കൂടി എത്തിക്കാലോ എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ കറി വെക്കുക. ഒന്നാമത്തെ കാര്യം രാവിലെ ഒരു സമയം ഒന്നും കിട്ടൂല, അത് തന്നെ കേട്ടോ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നാളത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിലാത്തതുകൊണ്ട് ആ ഒരു ഭാഗം നോക്കണ്ട, കാരണം അവരവരെ സമയത്ത് എഴുന്നേച്ച് നമ്മൾ ഫുഡാക്കി അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോവുക ചെയ്യുക, അവരുടെ അടുത്ത് കഴിച്ചോളൂ രണ്ടാളും. അപ്പോൾ ചെമ്മീൻ അത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 10 ഉണ്ടെങ്കിലുണ്ട്. അത് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലോട്ടേക്ക് കുറച്ച് എണ്ണയും കറിവേപ്പിലയും കടുവൊക്കെ ഇട്ടിട്ട് താളിച്ചു. അതിനുശേഷം വെല്ലുള്ളി അരിഞ്ഞിട്ട്, പിന്നെ കുഞ്ഞുള്ളി ആണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ. അതുണ്ടായിട്ടില്ല. അപ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് തന്നെ ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത് പേസ്റ്റൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ഒന്നാമത് ഈ പറഞ്ഞ പോലെ നല്ല കാറ്റും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, കറണ്ടൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആ ഉള്ള സമയത്തൊന്ന്. പിന്നെ വെച്ചാൽ തേങ്ങ വറുത്തരച്ചിട്ടാണെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റാണ്. ഞാനിപ്പോഴും അധികം അങ്ങനെ തന്നെയാണ് വെക്കൽ. പക്ഷേ ഇതിപ്പോൾ തേങ്ങ ഉരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ആൻറ്റീൻ്റെ വീട്ടിൽ പോകണം, അവിടെ പാരയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പൊടി ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ആവശ്യത്തിന് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് പഴുത്ത തക്കാളിയായിരുന്നു, കുറച്ചും കൂടി വേഗം ഉടഞ്ഞു ഇട്ടിട്ട്. ഇതിപ്പം അത്ര പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ 2 ചെറിയ തക്കാളി. ഇപ്പം നമുക്ക് എത്രയാണോ ചെമ്മീനുള്ള അതിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടും കുറക്കും ചെയ്യാം. കാരണം പ്രത്യേകിച്ച് ഞാൻ കുക്കിംഗ് വീഡിയോകളോട് പറയാറില്ല, എനിക്ക് അങ്ങനെ താല്പര്യമുള്ള കേസല്ല. എന്നാൽ പോലും ഇതിന്ന് കിട്ടിയപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലവിടെ ഫോൺ വെച്ചപ്പോൾ ഞാനൊന്ന് അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിള്ളേരാരും എടുത്തു തരാൻ നിൽക്കില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുക. പിന്നെ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിപ്പൊടി, പക്ഷേ നമ്മളിത് മില്ലിൽ നിന്ന് മേടിച്ചുകൊണ്ട് അപ്പോൾ ആ മല്ലിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ പാക്കറ്റ് മേടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടാറില്ല. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാക്കി എടുക്കണം. അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ പോയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിനകത്തേക്ക് അത് തിളച്ച ശേഷമാണ് നമ്മൾ ചെമ്മീൻ ഇടേണ്ടത്. ഒറ്റ കാര്യം മറന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഭാഗം എടുക്കാൻ വിട്ടുപോയി. ആ ടൈമിൽ എന്തോ ഒരു തിരക്കായിട്ട് ഫോൺ അവിടെ വെച്ചെടുത്ത് ആയിപ്പോയി. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ബാക്കിയുള്ള ചെമ്മീൻ ഇടുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നും പറയേണ്ട കാര്യമില്ല. നല്ലൊരു വീഡിയോ നാളെ വരുന്നേക്കും. ടാറ്റാ.